ഓക്കെ, ജോഫിൻ മാത്രം ഇതിൽ എടുത്തിട്ടുള്ളൂ എന്ന് ജോഫിൻ പറഞ്ഞു. ബാക്കിയുള്ള ആളുകൾ ആരും എടുത്തിട്ടില്ല. ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തതിൽ എന്താണ്? അനാലിസിസ് ആണ്. അനാലിസിസ് ഇന്ന് കാലത്ത് അനാലിസിസ് നടത്തുന്ന സമയത്ത് പറഞ്ഞിരുന്ന 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ ആദ്യം പറഞ്ഞിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ്, നമുക്ക് എവിടെ വന്ന് സപ്പോർട്ട് എടുക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി. പറഞ്ഞൊരു ഏരിയ ആയിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഏരിയനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇംബാലൻസിൽ വന്നു കഴിഞ്ഞാൽ ഒരു ബൈ എൻട്രിക്ക് സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഏരിയനെ കുറിച്ചിട്ടല്ല ഞാൻ ആക്ച്വലി പറഞ്ഞത്. അതിൽ താഴോട്ടുള്ള ഏരിയനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇംബാലൻസിനെ കുറിച്ചിട്ടുള്ള ഇതല്ല കേട്ടോ, സോറി. ഇതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ താഴത്തുള്ള കുറിച്ചിട്ട് പെട്ടെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ആയതാണ്. ഈ ഏരിയനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഈ ഇംബാലൻസ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്തുണ്ട്, ഒരു ചാൻസ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈ എൻട്രിക്കുള്ള ചാൻസ് എടുക്കുന്നുണ്ട്. അതിന് തൊട്ട് താഴെ സപ്പോർട്ടുണ്ട്. വീണ്ടും താഴെ വരുന്ന സമയത്ത് സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞത്. മാർക്കറ്റ് എവിടേക്ക് പോവാൻ പറ്റും എന്നുള്ളൊരു ദിശയിൽ, ഐ മീൻ മാർക്കറ്റ് മുകളിലേക്കാണെന്നുള്ളത് കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കും, എന്തെടുക്കും എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? മാർക്കറ്റ് എവിടെ നിന്ന് റിട്ടേൺ വരുമെന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തത് 2600 ആണ്. അപ്പോൾ 2600 എത്തുന്നതിനേക്കാൾ മുന്നേ തന്നെ എന്തായാലും മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ പീരീഡ് കാണിക്കുന്നുണ്ട്. ആ കൺസോൾട്ടേഷൻ ഇതിൽ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി ഒരു പക്ഷേ സപ്പോർട്ട് എടുക്കാൻ വീണ്ടും സാധ്യതയുണ്ട്. എങ്കിൽ ഈ പറഞ്ഞ ഇംബാലൻസിലും സപ്പോർട്ടിലേക്കും വരാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഇന്ന് അത് വരുമോ എന്നുള്ള കാര്യം ഇപ്പോഴും നമുക്ക് കൺഫർമേഷൻ ആയിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ആണ്. ജപ്പാനീസ് ബാങ്കുകളെല്ലാം അവധിയാണ് എന്ന് പറഞ്ഞിരുന്നു. ജപ്പാനീസ് ബാങ്ക് മാത്രമല്ല, ചൈനീസ് ബാങ്കുകളും അവധിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് കാലത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. ഈവനിങ്ങിലും അതിൻ്റെ മൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് എന്താണ്, ന്യൂസുകളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു അനാലിസിസ് എഫക്റ്റീവ് ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം എഫക്റ്റീവ് ആയെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഏരിയകൾക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. ഒരു നല്ലൊരു ടൈറ്റ് കൺസോൾട്ടേഷൻ ആയിരുന്നു. മുകളിലോട്ടും പോയിട്ടില്ല, താഴോട്ടും പോയിട്ടില്ല. അപ്പോൾ ടൈറ്റ് കൺസോൾട്ടേഷൻ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിൽ നിന്ന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എന്താണ്, മാറി നിൽക്കുക എന്നുള്ളതാണ്. മാത്രമല്ല അങ്ങനെ ടൈറ്റ് കൺസോൾട്ടേഷൻ സമയത്ത് നിങ്ങൾക്ക് ട്രേഡ് എടുക്കണമെങ്കിൽ തീരെ ചെറിയ ടൈം ഫ്രെയിമിലോട്ട് പോയി ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ അപ്പോഴും നിങ്ങൾക്ക് തീരെ ചെറിയ സ്റ്റോപ്പ് ലോസ് കിട്ടുള്ളൂ എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എന്നാലും നിങ്ങൾക്ക് അങ്ങനെ അത്രയും ടൈറ്റ് ഇതിൽ എടുക്കണമെങ്കിൽ തീരെ ചെറിയ ടൈം ഫ്രെയിം, അതായത് 1 മിനിറ്റിലോ 3 മിനിറ്റ്സിലോ എങ്ങാനും എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഗോൾഡിൻ്റെ അനാലിസിസ് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിരുന്നോ? കാരണം ഞാൻ പറഞ്ഞ രീതിയിലൊന്നും വന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. കാരണം താഴോട്ടേക്ക് എത്തിയിട്ടില്ല, അതുപോലെ തന്നെ മുകളിലോട്ടും കയറി പോയിട്ടുണ്ടായിരുന്നില്ല. ഗോൾഡിൻ്റെ അനാലിസിസ് ആരെങ്കിലും കണ്ടിരുന്നോ? ആരൊക്കെ കണ്ടിരുന്നു ഇന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ്? 2 പേര്, 3 പേര്, 4 പേര്, 5 പേര്, 10 പേര്, 11 പേര്, 13 പേര്. ഒന്നും കൂടി കൈപ്പൊന്നിച്ചിട്ട് പറഞ്ഞോളൂ. അനീഷിന് എന്താണ് ഉപകാരപ്പെട്ടത്? ഇല്ല സാർ, ഞാനിന്ന് അത് അനാലിസിസ് കണ്ടിരുന്നു ഞാൻ എൻട്രൈസ് ചെയ്തായിരുന്നു. ഓക്കെ, ഞാൻ ട്രേഡ് എടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ. വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു? ജോഫിന് എങ്ങനെയാണ് ഉപകാരപ്പെട്ടത്? ഉപകാരപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് അതില് 15 മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിമിൽ ഒരു തേർഡ് എൻട്രി കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ കറക്റ്റ്. അപ്പൊ തന്നെ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഞാൻ ഈ ക്യാൻഡില് ഇല്ലേ? അത് ഞാൻ നോട്ട് ചെയ്തില്ല. ഞാൻ ഓക്കെ, പറഞ്ഞോളൂ. ആ ട്രെൻഡ് ലൈനിൽ കറക്റ്റ് ടച്ച് വന്നപ്പോ അവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. ഇവിടെ കിട്ടിയില്ല, കിട്ടിയില്ല, പോയി. പറഞ്ഞിട്ടില്ലേ ആ ഒരു ഇതെടുക്കുന്ന ക്യാൻഡിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ റിജക്ഷൻ വരികയാണെങ്കിൽ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പറഞ്ഞിരുന്നോ ഞാനത്? അതോ കൺഫ്യൂഷൻ ഉണ്ടോ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു ക്യാൻഡിലിനെ കുറിച്ചിട്ട്? ആരെങ്കിലും ഉണ്ടോ അതൊന്ന് ഓർക്കാൻ? അതില് വലിയ ശ്രദ്ധ കൊടുത്തില്ല. ഈ ഒരു ക്യാൻഡിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. കാരണം താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് സപ്പോർട്ട് എടുക്കാം എന്നുള്ള രീതിയിൽ. എനിവേ, അത് വർക്കായില്ല. ഇന്നത്തെ ട്രേഡ് അത് വർക്കായിട്ടില്ല. നമുക്കിപ്പോൾ വേറെ ഒന്നും പറയാൻ പറ്റില്ല, വർക്കായിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്നല്ല, മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോയിട്ടുണ്ട്. എന്നാൽ 50 മിനിറ്റ്സിൽ എടുക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കണം? ഇവിടെയാണ് 50 മിനിറ്റ്സിന് എടുക്കുന്നത് എന്ന് വിചാരിച്ചോ. നമ്മൾ എന്താണ് ഇവിടെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ ആയിരിക്കണം. ഇതിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ ഹണ്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. അപ്പോഴും ടാർഗറ്റിലേക്ക് എത്തിയിട്ടില്ല. 50 മിനിറ്റ്സിന്റെ ടാർഗറ്റിലേക്ക് എത്തിയിട്ടുണ്ടോ? എത്തി എന്ന് പറയാം. ജസ്റ്റ് ഒന്ന് വന്നിട്ടൊന്ന് അതിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങി പോന്നിട്ടുണ്ട് അല്ലേ? ഇന്ന് വർക്കായിട്ടില്ല. 50 മിനിറ്റ്സിൽ ആ ട്രേഡ് വർക്കായിട്ടില്ല. അതായത് നമ്മളിന്ന് ഫെയിലായി.
അപ്പൊ ഇന്നത്തെ ദിവസം ട്രേഡ് ഓടുന്ന സ്ട്രാറ്റജി വേണമെങ്കിൽ ഫെയിൽ ആയി എന്ന് തന്നെ പറയാം. അതെ അതെ പറഞ്ഞൂടെ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ആദ്യം തന്നെ പറഞ്ഞ നിന്ന് കൺസോൾട്ടേഷൻ ആയിരിക്കും ബാലൻസ് ക്ലോസ്ഡ് ആണ്. അപ്പൊ പിന്നെ സക്സസ് റേറ്റ് കുറവായിരിക്കും. സക്സസ് റേറ്റ് കുറവായിരിക്കും. ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ പറഞ്ഞാണ് വേണമെങ്കിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയില്ലേ, നമുക്ക് വേണമെങ്കിൽ ഒട്ടിച്ചൊക്കെ എടുക്കാവുന്നുള്ളൂ, സക്സസ് ഒക്കെ ആക്കാവുന്നുള്ളൂ അല്ലെ? വേണമെങ്കിലൊക്കെ ഒരു സക്സസ് ആക്കാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത് വേണ്ട. കാരണം എന്താ വെച്ചാൽ ഫെയിലർ ആയ ഒരു ട്രേഡാണ്. 1 അവറിന്റെ ഒരു ട്രേഡ് 1 അവറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട് അവിടെ ഒരു ട്രേഡ് കിട്ടിയിട്ടുണ്ട്. 1 അവറിന്റെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഇതിൽ നമുക്ക് സക്സസ് ആയിട്ടുണ്ട് 1 അവറിന്റെ നോക്കുകയാണെങ്കിൽ. ഞാൻ 1 അവറിന്റെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 1 അവറിന്റെ അനാലിസിസ് ചെയ്തിട്ട് ചെറിയ ടൈം ഫ്രെയിമിലോ 5 മിനിറ്റ്സിലോ 1 മിനിറ്റ്സിലോ 3 മിനിറ്റ്സിലോ ഒക്കെ എടുക്കുന്ന സമയത്ത് എന്തായിട്ടുണ്ട് അവിടെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? ഇനി ഇപ്പൊ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ അതിൽ തന്നെ ഇപ്പൊ 50 മിനിറ്റ്സിന്റെ നോക്കുകയാണെങ്കിൽ തന്നെ പറഞ്ഞാലും ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ടാർഗറ്റിന്റെ തൊട്ടടുത്ത് വന്നിട്ട് മാർക്കറ്റ് തിരിച്ചിറങ്ങി വന്നിട്ടുണ്ട്. അതും നമ്മളിപ്പോ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിപ്പോ പറയണം അതിന് റീസൺ വേണമെങ്കിൽ പറയാം. എന്താണ് റീസൺ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും പറഞ്ഞിരിക്കേണ്ടതാണ്. അല്ല, പറഞ്ഞിരിക്കുന്നതല്ല. നമുക്കിവിടെ 50 മിനിറ്റ്സിന്റെ ഇതിൽ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മുടെ ടാർഗറ്റ് ഇതെന്തായിരിക്കണം, നമ്മുടെ സ്റ്റോപ്പ് ലോസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50 മിനിറ്റ്സിൽ വരുന്ന 50 മിനിറ്റ്സിന്റെ ലോയിലേക്കായിരിക്കണം വെക്കേണ്ടത്. 50 മിനിറ്റ്സിന്റെ ലോയിൽ വെച്ചു ഹൈയിലായിരിക്കണം, നിയറസ്റ്റ് ഹൈയിലായിരിക്കണം നമ്മുടെ ടാർഗറ്റ് വേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, അവിടെ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ജോഫിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? അവിടെ ചെറിയൊരു കൺസോൾട്ടേഷൻ, പക്ഷെ ലാസ്റ്റ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടല്ലോ സാർ. അത് താഴെ വന്ന് നമ്മുടെ ചെറിയൊരു കൺസോൾട്ടേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. ചെറിയൊരു കൺസോളേഷൻ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ഇത് നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇത് റെസിസ്റ്റൻസ് ഏരിയ മൾട്ടിപ്പിൾ ടൈം 1 ആൻഡ് 2 തവണ വന്നിട്ട് അവിടെ നിന്നിട്ട് വന്നതാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ഏരിയ ആണ്. റെസിസ്റ്റൻസ് ഏരിയക്ക് എങ്ങനെയാണ് നമ്മൾ വെക്കേണ്ടത്, എവിടെയാണ് വെക്കേണ്ടത്? ലാസ്റ്റ് ബൈയിങ് ക്യാൻഡിലും സെല്ലിങ് ക്യാൻഡിലും ആണ് എന്ത് വരുന്നത് ജോഫിൻ? റെസിസ്റ്റൻസ് വരുന്നത് ആണോ? കാരണം 2 തവണ വന്നാലത് അല്ലേ? 1 2 ഇതിൽ ലാസ്റ്റ് ബൈയും ക്യാൻഡിൽ 1 2 എന്ന് പറയുന്നത് ഇതിപ്പോൾ 5 മിനിറ്റ്സിനാണ്. 1 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കിട്ടും. അപ്പോൾ എന്താണ് സംഭവം? അതങ്ങനെ നോക്കുകയാണെങ്കിൽ സക്സസ് ആയിട്ടുണ്ട്. ലോജിക്കലി ഇത് ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ട്രേഡിൽ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടി ഇരിക്കുന്നു എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? പലപ്പോഴും പറഞ്ഞിട്ടില്ലേ? ഉണ്ടോ? ഓർക്കുന്നുണ്ടോ? മനസ്സിലായി. റിജക്ഷൻ ക്യാൻഡിൽ ഉണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ മറ്റൊരു ട്രേഡും കൂടി നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എന്താണ്? അതും കിട്ടിയിട്ടുണ്ട്. അതും സക്സസ് ആയിട്ടില്ലേ? സക്സസ് ആയില്ലേ? അത് ആർക്കും നോക്കിയിട്ടുണ്ടാവില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ഇവിടുന്ന് ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇതാണ് അതിന്റെ കറക്റ്റ്. എനിക്ക് തോന്നുന്നു കറക്റ്റ് SL കണ്ട് ചെയ്തിട്ടുണ്ടോ? കറക്റ്റ് SL കണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? കറക്റ്റ് SL കണ്ട് ചെയ്തിട്ടുണ്ട്. സക്സസ് ആയിട്ടില്ല, കറക്റ്റ് SL കണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? കറക്റ്റ് SL കണ്ടിട്ട് താഴത്തേക്ക് വന്നിട്ട് സക്സസ് ആയിട്ടില്ല. ആയിട്ടില്ല. എനിവേ നമുക്ക് പറഞ്ഞാൽ എൻട്രീസ് കുറവായിരുന്നു. നമ്മൾ ലോജിക്കലി വെച്ച് ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയെന്നെ. പക്ഷെ അനാലിസിസ് പിന്നെ അതുപോലെ തന്നെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് നമുക്ക് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് സെൽ സൈഡ് അധികം നോക്കിയിട്ടുണ്ടായിരുന്നില്ല സാർ. നോക്കണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. റെസിസ്റ്റൻസ് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സെൽ സൈഡ് നോക്കുന്നത് ഇതിനേക്കാളും ആപത്തായിരിക്കും. അതുകൊണ്ട് ഓക്കെ. എനിവേ ഇനിയിപ്പോൾ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 50 മിനിറ്റ്സിൽ അനാലിസിസ് ചെയ്ത് മാത്രം 50 മിനിറ്റ്സിൽ എൻട്രി എടുക്കുന്നതിനേക്കാൾ മുന്നേ കഴിഞ്ഞ തവണ ആരോ പറഞ്ഞിരുന്നു നിങ്ങൾ 1 അവറിലോ അല്ലെങ്കിൽ 30 മിനിറ്റ്സിലോ 4 അവറിലോ ഒക്കെ ഉണ്ടെങ്കിൽ ട്രെൻഡ് ലൈനുകൾ ഉണ്ടെങ്കിൽ വരച്ചു വെക്കാം. നിങ്ങൾക്ക് ഒരു ട്രേഡ് പോയാൽ പോലും എന്താണ്, ചിലപ്പോൾ 50 മിനിറ്റ്സിന്റെ ട്രേഡ് പോയി എന്നാൽ പോലും എന്ത് സംഭവിക്കാം, ചിലപ്പോൾ 1 അവറിന്റെ ആയിരിക്കും കേട്ടോ. ആ 1 അവറിന്റെ കിട്ടുകയാണെങ്കിൽ എന്താണ് 50 മിനിറ്റ്സിനേക്കാൾ വലിയ പ്രോഫിറ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ? ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എല്ലാവരും നോർമലി വെക്കുക. എന്തായാലും ഞാൻ എന്താ പറയുന്നത്, അനാലിസിസ് നമ്മൾ പറഞ്ഞ രീതിയിലേക്ക് ഇന്ന് എത്തിയിട്ടില്ല. ഗോൾഡിന്റെ ശരിയിപ്പോൾ ചെയ്ത് വേറെ ഒന്നായിരുന്നു, ഓയിൽ, US ഓയിലായിരുന്നു ചെയ്തിട്ടുണ്ടായത്. ആരെങ്കിലും US ഓയിലിൽ നിന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നോ? US ഓയിൽ ആരെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നോ? ജോഫിൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സജീഷ് എടുത്തിട്ടുണ്ടായിരുന്നു. ആരെടുത്ത? റോഗസ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു റോഗസ്? ഞാനിപ്പോ 4 ഓവർ ലാസ്റ്റ് ഹൈയിൽ എടുത്തതാണ്. ഇറങ്ങിയായിരുന്നു ഇംബാലൻസ് എത്തിയപ്പോഴത്തേക്ക്. അത് തന്നെ 4 ഓവർ ഹൈ റെസിസ്റ്റന്റ് പ്രോഫിറ്റ് ആയി 6 ദിനാർ അടുപ്പിച്ചിട്ടായിരുന്നു $6.
ദിനാറിനൊക്കെ ഇങ്ങോട്ട് വരണം കേട്ടോ. ടോറോക്കിയൊക്കെ എത്താനുള്ള സമയമായി. ഇത് കുവൈറ്റിലല്ലേ, അതുകൊണ്ട് ദിനാറിൽ നിൽക്കുക. ദിനാറിലൊക്കെയാണ് എത്താനുള്ള സമയം. ഇത് ഇൻബാലൻസിലൊക്കെ ഇറങ്ങിയായിരുന്നു. ഇറങ്ങിയത് ഇത് ഞാൻ എന്തായാലും നോക്കി പറഞ്ഞ സ്ഥിതിക്ക് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ വരെ ക്ലോസ് ചെയ്തത്. ക്ലോസ് ചെയ്തോ? ഇൻബാലൻസ് ക്ലോസ് ചെയ്തായിരുന്നു. ഞാൻ ടാർഗറ്റ് അവിടെ വെച്ചിരുന്നത്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, വേറെ ആരെങ്കിലും എടുത്തിരുന്നോ? യെസ് ഓയിൽ വേറെ ആരെങ്കിലും എടുത്തിരുന്നു? ഞാൻ സജീഷിനെ കണ്ടു. സജീഷിനെ വലിയൊരു പ്രോഫിറ്റ് ഞാൻ കണ്ടു. അത് സ്ട്രാറ്റജി ബേസ് ആണെന്നാണ് എൻ്റെ അറിവ്. നമുക്കത് അനാലിസിസ് പിക്ക് ചെയ്യുന്ന സമയത്ത് എടുക്കാം. ഷമാസ് എന്തായിരുന്നു? ഷമാസ് എടുത്തിരുന്നോ? പ്രോഫിറ്റ് ഉണ്ടായിരുന്നോ? പ്രോഫിറ്റ് ആയിരുന്നു, ലോസ്? പ്രോഫിറ്റ് ആയിരുന്നു. എന്ത് ട്രേഡ്? ഈ ട്രേഡ് ആയിരുന്നു? സ്ട്രാറ്റജി പ്രകാരം. അതെ, ഓക്കെ, നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഷമാസ് സംസാരിക്കുന്നതന്നെ ഭയങ്കര ഡിസ്റ്റർബൻസോടുകൂടി പേടിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന പോലെ സംസാരിക്കും. ആരും അടുത്തൊക്കെ ഇരിക്കുന്നത് പറയാം അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഡ്യൂട്ടിയുടെ പ്രശ്നം ആയതുകൊണ്ടാവുന്നുണ്ട്. എനിവേ, എനിക്ക് നമ്മൾ എന്നും ചോദിക്കാറുള്ളത് എന്താണ്? ഗോൾഡിന്റെ അനാലിസിസ് നിങ്ങൾക്ക് ഗുണകരമായിരുന്നോ എന്നാണ് ചോദിക്കാറ്. ഇന്നിപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ആദ്യം ചോദിച്ചു, വീണ്ടും ഞാൻ ചോദിക്കുന്നത് ഓയിലിന്റെ, അതായത് ക്രൂഡ് ഓയിലിന്റെ അനാലിസിസ് ആർക്കെങ്കിലും ഗുണകരമായിരുന്നോ എന്ന്. ഉണ്ടായിരുന്നോ? അനാലിസിസ് ചെയ്യുന്ന ഒന്ന് കൈവന്നിച്ചോടാം. ബാക്കിയുള്ള ആളുകളൊക്കെ ഞാൻ കൈതാത്തി. ഷമാസിന് ഗുണകരമായിരുന്നു. റൂഗസും ഇപ്പൊ സജീഷും ഉണ്ടാവും. വേറെ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നു നമുക്ക് ഇന്നത്തെ അനാലിസിസിനെ കുറിച്ചിട്ട്? കോൺഫിഡൻസ് ഉണ്ടോ? ഇന്നത്തെ അനാലിസിസ് കണ്ട സ്ഥിതിക്ക് ഇന്നിപ്പോ എന്താ തോന്നിയത്? US ഓയിലിനെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? നിങ്ങൾ മൂന്നല്ലാതെ റൂഗസ് പറയും. റൂഗസ് പറഞ്ഞോ. സാറിന് രാവിലെ പറഞ്ഞതുപോലെ നടന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ട്രാറ്റജി സാറ് വർക്ക് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് വർക്ക് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല രാവിലെ. കിട്ടിയായിരുന്നു. അതെ, കറക്റ്റ് സപ്പോർട്ടിന് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. അത് വലിയൊരു പ്രോഫിറ്റ് കിട്ടിയില്ലേ? അത് കറക്റ്റ് ബാലൻസിലേക്ക് അതായത് 15 അടുപ്പിച്ച് മുകളിൽ പോയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എടുത്തിട്ടില്ല, ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. പക്ഷെ ഗോൾഡ് നോക്കിയിട്ടിരുന്നതുകൊണ്ട് അത് ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഗോൾഡിനൊപ്പം തന്നെ വേറെ പേരും കൂടി ആയില്ലേ? കൊള്ളാലോ, എടുക്കാം. പക്ഷെ ഗോൾഡിൽ കളിക്കുന്ന പോലെ ഇതിലെപ്പോഴും കളിക്കാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്നു. കാരണം എന്താ വെച്ചാൽ നല്ല മൂവ്മെന്റ് ഉള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ നല്ല മൂവ്മെന്റ് ഉള്ളതും നല്ല പ്രോഫിറ്റ് കിട്ടുന്നതാണ്. അപ്പൊ നല്ല ട്രേഡിന് വേണ്ടി മാത്രം ഓയിലിൽ വെയിറ്റ് ചെയ്യാം. ഗോൾഡിന്റെ പോലെ കയറിയിട്ട് വരണം. നഷ്ടം വന്നാലും, നഷ്ടം വന്നാൽ വലിയ നഷ്ടം വരും. അതാണ് പ്രശ്നം വരും. സാർ, പിന്നെ ഈ ചാർട്ട്, ഈ ചാർട്ടും നമ്മുടെ എക്സൻസിലെ ചാർട്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ചെറിയ വ്യത്യാസം ഉണ്ടാവും. അത് ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റിക്ക് പറയാം കേട്ടോ. ഇത് TVCയുടെ ആണ്. ഇത് TVCയുടെ ചാർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓൺ ഡേയുടെ ചാർട്ട് ഇല്ല ആക്ച്വലി ഇതിൽ. ഞാൻ നോക്കട്ടെ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാം. ഇത് TVCയുടെ ആണ്. ഞാൻ വേറെ ഏതെങ്കിലും ചാർട്ട് ഉണ്ടോ നോക്കട്ടെ, നോക്കിയിട്ട് എടുക്കാം. ഓക്കെ, മാർക്കറ്റ് സ്കോം എന്നൊരു സാധനമുണ്ട്. അത് ഏകദേശം കറക്റ്റ് ആണെന്ന് തോന്നുന്നു. നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. നോക്കിയിട്ട് ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലും ഓയിൽ കണ്ടിന്യൂ ചെയ്യണം എന്ന് ആ താല്പര്യമുള്ള ആളുകളൊന്ന് പറഞ്ഞേ, കൈ പൊന്തിച്ചേ. അതിൽ വേണമെന്നുള്ളത് എത്ര ആളുണ്ട് നോക്കട്ടെ. പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട് ഉള്ളത്. ഓക്കെ, അതിൽ വേസ്റ്റ് ആണ്, ഞാനത് നോക്കില്ല എന്നുള്ള ആളുകളാണെങ്കിൽ കുഴപ്പമില്ല. ആളുകളുണ്ടല്ലോ അല്ലേ? ഒരു ചെറിയ കോൺഫിഡൻറ്റ് വന്നു തോന്നുന്നുണ്ട്. ഇപ്പോൾ ഗോൾഡിൽ പോയാലും നമുക്ക് ഇപ്പുറത്ത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള, അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു പെയർ ഉണ്ട്. എനിവേ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഗോൾഡും ഓയിലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് സക്സസ് റേറ്റ് എന്താണെന്നെല്ലാം നോക്കാമല്ലോ നമുക്ക്. നമ്മൾ അനാലിസിസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു പെയറും കൂടി കിട്ടുകയാണെങ്കിൽ എന്താണ് നല്ലതായിരിക്കും അല്ലേ? ഓക്കെ, സാർ ഇത് തീക്കളിയാണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് അധികം ജോഫിന അതിലേക്ക് കൊടുക്കണ്ട. കാരണം ജോഫിന ആദ്യം എന്ത് ചെയ്യണ്ടോ, ഒന്ന് ബാലൻസ് ആവാണ്ട്, സൈക്കോളജി പ്ലസ് ഒന്ന് ബാലൻസ് ആവണ്ട, എന്നിട്ട് അതിലേക്ക് പോയാൽ മതി കേട്ടോ. തീക്കളി എന്നല്ല, കാരണം എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവിടെ ക്യാപിറ്റൽ വേണം. അതാണ്, വേറെ ഒന്നുമില്ല. നമുക്ക് സ്ട്രാറ്റജി ഒക്കെ നല്ല ക്ലിയർ ആയിട്ട്, ഗോൾഡൊക്കെ ഓയിലൊക്കെ നല്ല ക്ലിയർ ആയിട്ടാണ് സ്ട്രക്ചർ വരിക. ഗോൾഡിനെ പോലെ തന്നെയാണ്, നല്ല ക്ലിയർ സ്ട്രക്ചർ വരും. നിങ്ങൾക്ക് നല്ല സുഖം എൻട്രി എടുക്കുക. പക്ഷെ എന്താണ്, ക്യാപിറ്റൽ കൂടുതൽ വേണം. പിന്നെ എന്റെ ഇമോഷണൽ അത്ര സെറ്റ് അല്ലല്ലോ. സെറ്റ് അല്ല. അത് നമ്മൾ ജോഫിനോട് ഇമോഷണൽ സെറ്റ് ആവാൻ റൂട്ടിലാക്കിയിട്ട് മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അനാലിസിസ് വീണ്ടും തുടങ്ങാം. ഇനിയിപ്പോൾ വേറെ ആരോ പറഞ്ഞിട്ടുണ്ട്, ഷബീബ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനം ആള് 50% പ്രോഫിറ്റ് ഉണ്ടാക്കി പോയ ആളാണ്. ആളെ പറ്റി ഞാൻ കണ്ടിട്ട് കൂടിയില്ല, ഏത് വഴിക്ക് പോയെന്നുള്ളത്. ഷബീബ് ഉണ്ടോ അവിടെ? ഷബീബ് ഇല്ല ആള്. ഓക്കെ,
അപ്പോൾ മൊത്തത്തിൽ ഇന്ന് നമ്മൾ പറഞ്ഞില്ലേ ഒരു അനാലിസിസ് നമ്മൾക്ക് എന്നത്തെയും പോലെ ഒരു അപ് ടു മാർക്കിലേക്ക് എത്തിയിട്ടില്ല. കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറച്ച് പ്രശ്നങ്ങൾ വെച്ചാൽ മാർക്കറ്റ് അതുപോലെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ വരച്ചു വെച്ചിരുന്ന എൻട്രി ഇതിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിവേ നമുക്ക് പ്രോബ്ലം അല്ല, നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ തിരിച്ചു പിടിക്കാവുന്നതാണ്. നിങ്ങൾ തന്നെ എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് തന്നെ എന്താണ് ട്രേഡ് എടുക്കാം എന്നുള്ളൊരു കപ്പാസിറ്റിയിലേക്ക് ഏറെക്കുറൊക്കെ എത്തിയിട്ടുണ്ട്. കുറേ ആളുകളൊക്കെ സ്വന്തമായിട്ട് ട്രേഡ് എടുത്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എൻട്രി റോങ് ആയി എന്ന് വിചാരിച്ചിട്ട് പേടിക്കാനുള്ള ഒന്നുമില്ല. എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും അവസരങ്ങൾ വരും, അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അനാലിസിസിനെ കുറിച്ച് പറയാനുള്ളത്, പ്രീ മാർക്കറ്റ് അനാലിസിസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ എന്ത് ചെയ്യാം പിക്ക് ചെയ്തിട്ടൊന്ന് നോക്കാം. ആദ്യം നോക്കുന്നത് ആഫ്റ്റർ ട്രേഡ് സ്റ്റാപ്സിൽ നിന്ന് ആരൊക്കെ ഇട്ടതെന്നുള്ളത് എനിക്കറിയില്ല. ശ്രീജിത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഇടുന്നുണ്ട്. ശ്രീജിത്ത് നോക്കിയിടുക, വായിച്ചു നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ചോദിക്കുക. ഇത് ജോഫിന്റെ ട്രേഡ് അല്ലേ ജോഫിൻ? അതെ സാർ, ഇത് ആക്ച്വലി വെള്ളിയാഴ്ച എക്സിക്യൂട്ട് ആയതാണ്. 5 മിനിറ്റിന്റെ ഇതാണ്. പക്ഷെ ഞാൻ ടൈം ഫ്രെയിം സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് 15ലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ ട്രേഡ് എന്ന് ഞാൻ ആലോചിച്ചത്. മനസ്സിലായോ? ഇത് എക്സിക്യൂഷൻ നടന്നപ്പോൾ 5 മിനിറ്റിന്റെ ആണ്. പക്ഷെ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തത് 15 മിനിറ്റിൽ കിടക്കുമ്പോഴാണ്. ഞാൻ അത് ശ്രദ്ധിച്ചില്ല. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഈ സാധനമൊക്കെ ഡ്രോയിങ് ഒക്കെ എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു മിസ്റ്റേക്ക് പറ്റിയതായിട്ട് മനസ്സിലായത്. SL അടിച്ചില്ലേ അത്? ഇല്ല, SL അടിച്ചില്ല. ഞാൻ ആ സിങ്ങിന്റെ അടിയിലാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ തൊട്ട് അടുത്ത് വന്നിട്ട് തിരിച്ചു കയറി പോവുക ചെയ്ത്. ഓക്കെ, എത്ര ഡോളർ പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്? നമ്മുടെ സ്ട്രാറ്റജി അത് 6.30. നമ്മുടെ സ്ട്രാറ്റജി തന്നെയായിരുന്നു അല്ലേ? അതെ അതെ, എനിക്ക് അത് മാത്രമേ ആകെ അറിയുള്ളൂ സാർ. ഓക്കെ, ശരി. ഓക്കെ, അതിൽ ശ്രദ്ധിക്കണം കേട്ടോ. അത് ഇടുന്ന സമയത്ത് കൃത്യമായിട്ട് ഇടണം. റൂഗസ് SL അടിച്ചിട്ടുണ്ട്. ഇതിനിപ്പോ എനിക്ക് ഒന്നും പറയാനില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല SLകൾക്കും ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ എൻട്രിയുള്ള പല SLകൾക്കും എനിക്ക് പറയാനുള്ള ആൻസർ ഉണ്ടാവില്ല. കാരണം നമുക്ക് റെസിസ്റ്റൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതിന് കാരണം നമുക്ക് എന്താ ചെയ്യാൻ പറയാൻ പറ്റില്ല അല്ലേ? റെസിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് ഇവിടുന്ന് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അവിടുന്ന് ഇറങ്ങി വന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് ഇതിന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ നെക്സ്റ്റ് എന്താണ്, നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് തിരിച്ചിറങ്ങുകയാണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇതിലിപ്പോൾ നേരത്തെ ഞാനിപ്പോൾ കാണിച്ചതെന്നാണ് ആ ട്രേഡ്. കാരണം എന്ന് വെച്ചാൽ 50 മിനിറ്റ്സിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. 50 മിനിറ്റ്സിലല്ല, സോറി, 1 അവറിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇതിൽ താഴെയുള്ള എന്തിൽ വർക്ക് ആയിട്ടുണ്ട്, സ്ട്രാറ്റജിയിൽ വർക്ക് ആയിട്ടുണ്ട്. ഐ മീൻ താഴെയുള്ള സ്ട്രാറ്റജി എന്നല്ല, താഴെയുള്ള ട്രെൻഡ് ലൈനിൽ വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ റൂഗസിന് മനസ്സിലായി തോന്നുന്നു അല്ലേ? നേരത്തെ പറഞ്ഞ റൂഗസിന് മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. അതേ ട്രേഡുകളൊക്കെ കുറേ ട്രേഡുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയില്ലേ, അപ്പൊ ഇങ്ങനെ വരുന്ന ട്രേഡുകൾ നമ്മൾ വളരെ ലൈറ്റ് ഹാർട്ട് ആയിട്ട് എടുത്താൽ മതി. അത് ഞാൻ പറയില്ലേ, ഇതിപ്പോ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റാത്ത ട്രേഡുകളാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്താണ് ഒന്നും പഠിക്കാൻ പറ്റാത്ത ട്രേഡുകളാണ്. വീണ്ടും SL അടിച്ചിട്ടുണ്ട്. ഈ SL ഫാസിലിന്റെ SL ആണ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. ഫാസിലിന്റെ SLകളാണ് എനിക്ക് ആക്ച്വലി എന്താണ് പറഞ്ഞു തരാൻ പറ്റുന്ന SL എന്നത്. എന്താണ് ഫാസിൽ ഇതിന്റെ പ്രത്യേകത എന്നറിയാം? ഫാസിൽ നേരത്തെ ഞാൻ പറഞ്ഞ അതേപോലെ തന്നെയാണ്. കാരണം എന്താണ്, ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. റെസിസ്റ്റൻസ് ഏരിയയിൽ എങ്ങനെയാണ് റെസിസ്റ്റൻസ് ഏരിയ ആണെങ്കിലും അതുപോലെ തന്നെ സപ്പോർട്ട് ഏരിയ ആണെങ്കിലും എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതും എവിടം വരെ ടാർഗറ്റ് വെക്കണമെന്നും ഞാൻ മുന്നേ പറഞ്ഞു. റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ടാർഗറ്റ് വെക്കേണ്ടത് ലാസ്റ്റ് സെല്ലിങ് ആൻഡ് ബൈ ക്യാൻഡിലിന്റെ ഇതിലായിരിക്കണം വെക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇത് മിക്കവാറും ഒരു പക്ഷേ കൗണ്ടർ ട്രേഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ പറഞ്ഞ സ്ട്രോങ് റെസിസ്റ്റൻസിന്റെ കാര്യമാണ് പറഞ്ഞത്, മൈനർ അല്ല, സ്ട്രോങ് റെസിസ്റ്റൻസിന്റെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രേഡ് ഫാസിൽ എടുക്കാൻ പാടില്ലാത്തൊരു ട്രേഡായിരുന്നു. കാരണം എന്താണ്, മാർക്കറ്റ് ഇവിടെ വന്നു, ഈ റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും താഴോട്ടേക്ക് വന്നു, നോക്കിയാൽ കാണാം വീണ്ടും ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു, മാർക്കറ്റ് താഴോട്ടേക്ക് വന്നു, അടുത്ത റെസിസ്റ്റൻസിൽ വീണ്ടും ഇത് മാർക്കറ്റ് ഇവിടേക്ക് എടുത്തു. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവിടം വരെ മാർക്കറ്റ് വരുള്ളൂ, ഇവിടം വരെ മാർക്കറ്റ് വരുള്ളൂ. അപ്പോൾ താഴോട്ടേക്ക് മാർക്കറ്റ് എടുത്ത് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആ ഒരു ട്രേഡിനെ അവോയ്ഡ് ചെയ്യണമായിരുന്നു. ഇവിടേക്ക് നോക്കിയാൽ തന്നെ കാണാം ഇതെന്താണ്, ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണെന്നുള്ളത് നോക്കിയാൽ കാണാം. ഞാനിപ്പോൾ ചാർട്ടിൽ നോക്കിയിട്ടാണ് പറയുന്നത്. കാരണം ഇതിൽ മാത്രമല്ല, നിങ്ങൾക്ക് ആ ചാർട്ട് വലുതാക്കി എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. മാർക്കറ്റ് അവിടേക്ക് വന്നിട്ട് ഡയറക്റ്റ് എന്തെങ്കിലും ഒരു വലിയ വീഴ്ച വന്നിട്ടുണ്ട്. ഫാസിലിന് മനസ്സിലായിട്ടുണ്ടോ? അത് മനസ്സിലായോ? അപ്പോൾ ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ വരുന്ന സമയത്ത്
ഒരു കൗണ്ടർ ട്രെൻഡ് ആയിരിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ കൺസോളേഷനിലും ഇതേ കാര്യം സംഭവിക്കും. കാരണം കൺസോളേഷനിൽ നമുക്ക് ഒരു വിധത്തിലും കൺട്രോൾ കിട്ടാത്ത കാര്യമാണ് കേട്ടോ. റൂഗസ് അടുത്ത ട്രേഡ് എന്ത് ചെയ്തു? അടുത്ത ട്രേഡിന്റെ പ്രത്യേകത എന്തായിരുന്നു? അടുത്ത ട്രേഡ് അവിടുന്നാണോ കയറിപ്പോയത്? കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയോ? ഇല്ല, അത് അവിടുന്ന് കയറിപ്പോയോ? റൂഗസ് ഈ ട്രേഡ് അവിടുന്നല്ലേ കയറിപ്പോയത്? ലാസ്റ്റ് അത് കയറിപ്പോയി പിന്നീട് കയറിപ്പോയതാണ് അവിടുന്ന് കയറിപ്പോയത്. നമ്മൾ പ്രധാനം സംസാരിച്ചിരുന്നു. അപ്പൊ ഇതിന്റെ അവിടെ നിന്ന് കയറിപ്പോയിട്ടുണ്ട്. അവിടുന്ന് കയറിപ്പോയി. എനിക്ക് തോന്നുന്നു ഇംബാലൻസ് SL എടുത്തിട്ടാണ് എടുത്തിട്ട് കയറിപ്പോയി. SL എടുത്തിട്ട് ഇംബാലൻസ് എടുത്തിട്ട് കയറിപ്പോയി നോക്കുന്നത്. ഓക്കെ, ഇതിന് മിക്കവാറും റൂഗസിന്റെ ട്രേഡുകളാണ് എനിക്ക് എന്നും പണി തരുന്നതെന്ന് പറഞ്ഞാല് റൂഗസ് എങ്ങനെയോ ട്രേഡ് എടുക്കണം എന്നുള്ളത് ഇതല്ലേ, ഈ ക്യാൻഡിലല്ലേ? ഈ ക്യാൻഡിൽ തന്നെ ആയിരിക്കും. ഈ ക്യാൻഡിൽ വേറൊരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ടോ എന്ന് സംശയം കേട്ടോ എനിക്ക്. ഇല്ല അല്ലേ? ഇല്ല, അതല്ല, നമുക്ക് എടുക്കാൻ പറ്റില്ല. ഈ ക്യാൻഡിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പൊ 50 മിനിറ്റ്സിന്റെ ആണോ എടുത്തിരുന്നത്? എത്ര മിനിറ്റിന് ഇതിലായിരുന്നു എടുത്തത്? 1 മിനിറ്റിലായിരുന്നോ 50 മിനിറ്റ്സിലാണോ എടുത്തിരുന്നത്? 50 മിനിറ്റ്സ് അവിടെ സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു. അവിടെ സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നു. ഇത് സപ്പോർട്ടിൽ നിന്നാണ് കറക്റ്റ് ആയിട്ട് എടുത്തു പോയിരിക്കുന്നത് അല്ലേ? അതെ, സപ്പോർട്ടിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 50 മിനിറ്റ്സിലാണെങ്കിൽ ട്രേഡ് വെച്ചിരിക്കുന്ന ഈ ഏതിലാണ് വെച്ചിരിക്കുന്നത് എന്നുള്ള എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഇതിലാണ് വെച്ചിരുന്നത്? അല്ലല്ലോ, എങ്ങനെയാണ് ഇത്രയും വലിയ ഇതിൽ വന്നോ? കുറച്ചുകൂടി അവിടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വരച്ചിരിക്കുന്നതിൽ തെറ്റ് കാണണല്ലോ. ഞാന് അവിടെ സെക്കൻഡ് ടച്ച് എവിടെ വരുന്നു? ഇത് കാണുന്നില്ല. അതായത് കാണുന്ന രീതിയിൽ വരച്ചിടുള്ളൂ. എനിക്ക് സെക്കൻഡ് ടച്ച് എവിടെ വന്നിരിക്കുന്നു എന്നുള്ളത് കാണുന്നില്ല. ഞാൻ പറഞ്ഞു സെക്കൻഡ് ടച്ച് എവിടെയെന്ന് വരുന്നത് കാണില്ല. എനിവേ ഇവിടെ സപ്പോർട്ട് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സപ്പോർട്ട് ഉണ്ട്. ആ ഒരു സപ്പോർട്ട് താഴെയാണ് വെക്കേണ്ടത്. അതായത് ഇത് സപ്പോർട്ടിന്റെ താഴെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് വരുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ കേട്ടോ, ഇത് നോക്കുകയാണെങ്കിൽ അതിനിപ്പോ വേറെ ഒന്നുമില്ല, നമുക്ക് അടിച്ചു കേട്ടോ. അതിന് വേറെ ഇതിലേക്കൊന്നും പോണ്ട, അടിച്ചു വന്നു. അഭിഷേക് ഇതേ ട്രേഡ് തന്നെ ആയിരുന്നോ? അതെ സാർ. ആ ചാർട്ടിൽ എന്താണ് 2 പച്ച ബോക്സുകൾ വന്നിരിക്കുന്നത്? പച്ച ബോക്സ് വന്നിരിക്കുന്നത് അത് ആ ചാർട്ടിന്റെ എവിടെ ചോറും ഇരിക്കുക എല്ലാം പച്ചവെള്ളമായോണ്ടേ ഇതെന്താ ഈ 2 പച്ച? അത് സാറ് പറഞ്ഞിട്ടുണ്ടായില്ലേ, ആ ഒരു കൺസൾട്ടേഷൻ ഉള്ള ഏരിയാസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതായത് റീടെസ്റ്റ് വരാത്ത ഏരിയാസ് അങ്ങനെ. ഓക്കെ, ഇതില് ഞാൻ വേറെ കാര്യം കൂടി പറയാം. അഭിഷേകൻ എന്താ സംഭവിച്ചതെന്നുള്ള ഒന്നാമത്തെ നോക്കി കഴിഞ്ഞാൽ പറയാം. ഇവിടുന്ന് ആ ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട് ഇല്ലേ? അതെ, എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് എന്താണ്? എന്തുകൊണ്ടാണ് പിന്നെ ഒന്ന് SL അടിച്ചത് ഇവിടേക്ക് വെക്കാന്നത്? അത് 1:2 എന്നുള്ള റിസ്ക് ഞാൻ ഫോളോ ചെയ്തത്, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. അത് ചെറുതാക്കി വെക്കണ്ടേ? ഇത്രയും വലിയ ഇതാണെങ്കിൽ ഇതിൽ വെച്ച 1:2 കിട്ടിയിരുന്നില്ലേ? ഇതല്ലേ സിംഗ് വരുന്നത് അല്ലേ? അല്ലെങ്കിൽ ഇതാണ് സിംഗ് വരുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ താഴെ പിന്നെ പറഞ്ഞു. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ 2,600 വരെ പോകുന്ന ഒരു വ്യൂ കൂടി ഉണ്ടായിരുന്നു. കാരണം 2,600 വരെ പോകും. പക്ഷേ പറഞ്ഞാൽ പുറകില് താഴത്ത് കുറച്ച് ഏരിയകൾ ഇങ്ങനെ ഇട്ട് പോയിട്ടുണ്ട്. 2,600 വരെ പോകും, പോയിരിക്കുന്നില്ല. പക്ഷെ ഇത് അഭിഷേക് വെറുതെ കളഞ്ഞ ട്രേഡ് ആണ്. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ബ്രേക്ക് ഇവനിലെങ്കിലും കൊണ്ടുവന്ന് വെക്കണായിരുന്നു. ഇത്രയും മൂവ്മെന്റ് കിട്ടിയിട്ട് വെറുതെ കൊണ്ടുപോയി കളഞ്ഞാണ്. സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ചാണ് കേട്ടോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ലാസ്റ്റ് ഒരു ട്രേഡില് ഞാൻ ഇതുപോലത്തെ എന്റെ എന്റെ പ്രോഫിറ്റിന്റെ അവിടെ വന്നിട്ട് വീണ്ടും അടിക്ക് വന്നിട്ട് ആ ഒരു SL എടുത്ത് വന്നിട്ടാണ് പോയത്. അപ്പൊ ഞാൻ ഇന്നലെ എനിക്ക് ഇതേ സെയിം ട്രേഡ് എനിക്ക് പ്രോഫിറ്റ് കിട്ടി, ഇന്ന് എനിക്ക് ലോസ് കിട്ടി. അപ്പൊ ഞാൻ ഈ ബ്രേക്ക് ഈവൺ ആണ് വെച്ചിരുന്നെങ്കിൽ ഇന്നലെയും ഞാൻ ബ്രേക്ക് ഈവൺ ആണ്, ഇന്നും ബ്രേക്ക് ഈവൺ ആണ്. അതുകൊണ്ടാണ് ഞാൻ കുഴപ്പമില്ല. അങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അഭിഷേകിനത് ഓക്കെ ആണ്. SL അടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ തന്നെ ആയിക്കോട്ടെ കേട്ടോ. ഞാൻ അഷ്റഫൊക്കെ ചെയ്യുന്ന പോലെ, അഷ്റഫൊക്കെ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഒരു സക്സസ്ഫുൾ ട്രേഡ് ആയനെ. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അത് ആക്ച്വലി എക്കോ കേൾക്കുന്നുണ്ട് അഭിഷേക്, മൈക്രോമീറ്റർ കേട്ടോ. അമ്മ വീട്ടിലാണ്, അത് റേഞ്ച് വളരെ കുറവാണ്. അത് ഓക്കെ മ്യൂട്ട് ചെയ്തോ. ഇപ്പൊ ആക്ച്വലി ഇതിൽ നിന്ന് എന്താണ്, ഇന്നത്തെ ദിവസം കൂടുതൽ SLകളാണ്. സജീഷിന്റെ ട്രേഡ് വന്നിട്ടുണ്ട്. അത് കാലത്ത് ഞാൻ വരച്ചു വെച്ചാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പെട്ടെന്ന് കാണുന്ന സമയത്ത് എനിക്ക്
കാണുന്നില്ല. ഇത് ഞാൻ കാലത്ത് വരച്ചു വെച്ച ട്രേഡാണോ ഇത്? ഓയിലിൽ ആണോ? അല്ലല്ലോ. ആണല്ലേ. ഓക്കെ 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 ഓക്കെ. ഇതൊക്കെ സൂക്ഷിക്കണം കേട്ടോ. 67,781 നിന്ന് 64. അപ്പൊ ഏകദേശം 60 പിപ്പോളാണ്. ഇതാണ് സാർ വരച്ചു വെച്ച ട്രേഡ്. തന്നെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഓർമ്മ ഇതായിരുന്നല്ലോ ഞാൻ വരച്ചത്. ഇതാണോ വരച്ചത് ഞാൻ? അത് ഇത് തന്നെ. എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. അല്ലല്ല, ഇത് തന്നെ ഇതന്നെ വരച്ചത്? അതെ. ഇതന്നെ വരച്ചല്ലേ? വരച്ചത്. ഓക്കെ, ആയിരിക്കും. എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് അതിലേക്ക് നോക്കാം. ഓക്കെ, നല്ല ട്രേഡുകൾ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ട്രേഡുകൾ കിട്ടുന്ന സമയത്ത് നല്ല പ്രോഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ ലോസ് വരുന്ന സമയത്ത് നല്ല ലോസും വരും. ഓയിലിനെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. എനിവേ ഇത് പ്രോഫിറ്റ് ആയെന്ന് വിചാരിക്കുന്നു. പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഇഷ്യൂ അത്യാവശ്യം മോശമില്ലാത്ത പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് പക്ഷേ നല്ല രീതിയിൽ മുകളിലേക്ക് പോയില്ലേ? നന്നായി പോയില്ലേ? വലിയൊരു പ്രോഫിറ്റ് ഇനിയും കിട്ടിയായിരുന്നു അല്ലേ? 69,500 കടന്നു പോയില്ലേ? വലിയൊരു പ്രോഫിറ്റ് കിട്ടിയാണ്. ഓക്കെ, കുഴപ്പമില്ല. സ്ട്രാറ്റജി വർക്ക് ആവുന്നുണ്ട്. SL ഹിറ്റ് അടിച്ചിട്ടുണ്ട്. ഇന്നൊരു സെയില് ഒരു സെല്ലണ്ടറി എടുത്തിട്ട് ഷാജാൻ SL ഹിറ്റ് അടിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് എന്ത് സംഭവിച്ചിട്ടുണ്ട്? കറക്റ്റ് SL ഹണ്ട് ചെയ്തിട്ട് താഴോട്ടേക്ക് പോകുന്നുണ്ട് അല്ലേ? ഇത് കറക്റ്റ് SL ഹണ്ട് ചെയ്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങി പോകുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ അത്? ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി പോയിട്ട് വീണ്ടും നിൽക്കുന്നത് ഇവിടെ നിന്നാണ്. കറക്റ്റ് ഇത് അടിച്ചിട്ടാണ് താഴോട്ടേക്ക് ഇറങ്ങി പോകുന്നത്. ഒന്നും പറയാൻ പറ്റാത്തൊരു കൺസോളേഷൻ മാർക്കറ്റിന്റെ പ്രത്യേകത ഇതാണ്. കാരണം ടൈറ്റ് റേഞ്ചിലുള്ള കൺസോളേഷൻ മാർക്കറ്റിൽ ഇതാണ്. നമുക്കിതിപ്പോൾ പണി കിട്ടും എന്ന് പറയുന്നതാണ്. ഇതിപ്പോൾ ഒന്നും പറയാനില്ലാത്തൊരു ദിവസമാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഷമ്മാസിന്റെ SL അടിക്കാൻ കാരണം എന്താണ്? ഷമ്മാസ് ജോഫി രണ്ടാളത്തെ ഒരേ ട്രേഡ് തന്നെയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ജോഫിന്റെ എടുക്കാം. ജോഫിനും ഷമ്മാസിന്റെ ഒരേ ട്രേഡാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജോഫിന് ഇതിനിപ്പോ എന്താ പറയാ? ജോഫിനെ ഇതാ സാറ് പറഞ്ഞ പോലെ ആ റിജക്ഷൻ ക്യാൻഡിൽ ശ്രദ്ധിക്കായിരുന്നു. ഹാൻഡിൽ ശ്രദ്ധിക്കുമ്പോൾ കാര്യങ്ങൾ കഴിഞ്ഞില്ലേ? ഇതില് സംഭവിച്ച നേരത്തെ എന്തായിരുന്നു? ഇവിടുന്ന് എടുത്ത ട്രേഡ്, അതായത് ഇവിടുന്ന് എടുത്ത ട്രേഡ് ഇവിടെ സക്സസ് ആണ്. ഇതിൽ സക്സസ് ആണ് ഈ ട്രേഡ് ജോഫി. ആണോ? എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി? ഇതിപ്പോ വരച്ചിരിക്കുന്നത് 15 മിനിറ്റിലാണ്. അതെ, 15 മിനിറ്റിലാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞാൽ ഇത് പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എന്താണ്? ഇവിടെ ഒരു മൈനർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് ആക്ച്വലി. നേരത്തെ മേജറാ പറഞ്ഞെന്ന് തോന്നുന്നുണ്ട്. മൈനർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് ആക്ച്വലി. നമുക്കാണെങ്കിൽ ഒരു വ്യൂ വലിയൊരു കൺസോളേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. ഇന്നാണോ ഇന്നലെയാണോ എന്നൊരു കൺസോളേഷൻ ഡേയിൽ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള മൂവ്മെന്റ് കിട്ടാത്ത സമയത്ത് ചെറിയ ടാർഗറ്റ് വെച്ചിട്ട് ഇറങ്ങി പോരാൻ പറഞ്ഞു തോന്നുന്നുണ്ട്. ഇല്ലേ, പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ അങ്ങനെ വരുമ്പോഴേ നമുക്ക് റിസ്ക് റിവാർഡ് ഭയങ്കര കുറവ്. 1:1 പോലും കിട്ടില്ല. അപ്പൊ അതിന് നല്ലത് എന്താണ്? മാറി നിൽക്കുകയാണ് മാർക്കറ്റിൽ ഏറ്റവും നല്ലത് കേട്ടോ. ഓക്കെ, ആക്ച്വലി ഇത് എക്സിക്യൂഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ മറ്റേ ഹാൻഡ് ബോക്സ് ഇട്ട് നോക്കിയത്. ഓക്കെ 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 ഞാനിപ്പോ പറഞ്ഞില്ലേ, ഇതെല്ലാം SL ആണെന്ന് കൂടുതൽ കാണും. അപ്പൊ പിന്നെ TP അത് ഷമ്മാസ് അബ്ദുൾ റഷീദിന്റെ TP കാണുന്നുണ്ട്. ഷബീറിന്റെ ഒരു TP കാണുന്നുണ്ട്. ഫാസിലിന്റെ വീണ്ടും ഒരു SL കാണുന്നുണ്ട്. ഫാസിൽ ഷബീബിന്റെ ഒരു SL കാണുന്നുണ്ട്. എനിവേ ഇന്നത്തെ ഒരുപാട് SLകളാണ് കണ്ടിരുന്നത്. ഇന്നിപ്പോ ട്രേഡ് എടുത്ത ആളുകളിൽ എത്ര പേര് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു? ഇത് എത്ര പെർസെന്റേജ് ഉണ്ട് നോക്കണല്ലോ. പക്ഷേ ഏറ്റവും മോശം പെർസെന്റേജ് ആവും. ഞാൻ പറഞ്ഞ ട്രേഡ് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുത്ത ആളുകൾ 8 പേര് ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള ആളുകൾ പുറത്തുണ്ടാവും. ഓക്കെ, 8 പേരിൽ എത്ര പേര് സക്സസ് ആയിട്ടുണ്ട്? കുറവായിരിക്കും എന്നുണ്ടായിരിക്കും. 8 പേര് ഓവറോൾ പ്രോഫിറ്റ്. 4 പേര്, 5 പേര്, 6 പേര് പ്രോഫിറ്റ് ആയിരുന്നു. ഓക്കെ, 6 പേര് പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് പുറത്ത് ഒരുപാട് പേര് SL അടിച്ച് ഒരുപാട് പേര് നിൽക്കുന്നു. എനിവേ ഇന്ന് നമുക്ക് വലിയൊരു വിൻ റേറ്റ് ഉണ്ടാവില്ല. 8-6 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ അറ്റൻഡ് ചെയ്ത ആളുകൾ മാത്രമാണ് 8-6 എന്ന് പറയുമ്പോൾ വലിയൊരു ഇത് കാണുന്നത്. പക്ഷെ പുറത്ത് ആളുകൾക്ക് വേറെ കുറെ ആളുകൾ അറ്റൻഡ് ചെയ്യാത്ത ആളുകളുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് PNL വായിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും. ആർക്കും പ്രോഫിറ്റ് ആയിട്ടുണ്ട്, ആർക്കും ലോസ് ആയിട്ടുണ്ട്. റൂഗസ് 2 ട്രേഡ് എടുത്തിട്ടുണ്ട്, ലോസ് ആണ്. 5.18 ലോസ് ആണ്. ശ്രീജിത്ത് ഒരു ട്രേഡ് എടുത്തു, ഒരു പ്രോഫിറ്റ് ആണ് കാണിക്കുന്നത്. ഒരാൾ പ്രോഫിറ്റ്. സജീഷ്
ഒരു ട്രേഡ് എടുത്തു, പ്രോഫിറ്റ് ആണ് കാണിക്കുന്നത്. $86 ഉണ്ട്. പക്ഷെ സജഷന്റെ ക്വാണ്ടിറ്റി 0.10 ആണ്, അതുകൊണ്ടാണ് വലിയത്. അഭിഷേക് ഒരു ട്രേഡ് എടുത്തു, ലോസ് ആണ് കാണിക്കുന്നത്. രണ്ടുപേര് ലോസ്, രണ്ടുപേര് സക്സസ് ആയിപ്പോ. അഭിഷേക് 5.33, യാസർ എടുത്തില്ല, അഭിജിത്ത് എടുത്തില്ല. ജോഫിൻ 2 ട്രേഡ് എടുത്തു, ഒരു ലോസും ഒരു സക്സസും. ചെറിയ പോയിന്റിൽ സക്സസ് ആയിട്ടുണ്ട്. ഐ മീൻ ചെറിയ പ്രോഫിറ്റ് 0.79. അപ്പൊ 3 പേര് സക്സസ്, 2 പേര് ലോസ്. അബ്ദുൾ ഷമാസ് എടുത്തിട്ടുണ്ട് 4 ട്രേഡ്, ഒരു ലോസ്, 3 സക്സസ്, 8.79. അപ്പൊ 4 സക്സസ്, 2 ലോസ്. സനൂഫ് 2 ട്രേഡ് എടുത്തിട്ടുണ്ട്, 2 ട്രേഡിൽ ഒരു ലോസ് ഒരു സക്സസും, 6.46. അപ്പൊ 5 സക്സസ്, 2 ലോസ്. ഷബീർ ഒരു ട്രേഡ് ഒരു സക്സസ്, അപ്പൊ 6 പേര് പ്രോഫിറ്റ്, 2 പേര് ലോസ്. ആൻഡ് ഫൈസലാണ് അല്ലെ, ഫാസിലല്ല സോറി, 2 ട്രേഡ് എടുത്തിട്ട് 2 ലോസ്, -5. അതായത് 3 ലോസും 6 പ്രോഫിറ്റ് ആണ് കാണുന്നത്. അത് കൂടാതെ ഇവിടെ PNL ഇട്ട വേറെ ആളുകളൊക്കെ ഉണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ PNL ഇട്ടുണ്ടെങ്കിൽ ഷബീബ് ഇട്ടുണ്ട് 1, SL ആണ്. അപ്പോൾ 4 പേര് ലോസായി. ഷമാസ്, ശ്രീജിത്ത്, ജോഫി, ഷമാസ്, ഷബീബ്, ഷാജാൻ ഇട്ടുണ്ട് 2 പേര്. അപ്പോൾ എത്രയാണ്? 6 5 പേര്, 6 പേര് പ്രോഫിറ്റ്, 5 പേര് ലോസ് ആണ് കാണിക്കുന്നത്. യാസിർ ഒക്കെ കഴിഞ്ഞ ദിവസത്തെയാണ്. അപ്പോൾ പറഞ്ഞാലും ചെറിയൊരു 50-55% വിന്നിങ് റേറ്റ് ഉള്ളൂ എന്ന് ആക്ച്വലി പറയുകയാണെങ്കിൽ. എടുത്ത ആളുകളിൽ ഒരു 6 പേര് പ്രോഫിറ്റും 5 പേര് ലോസ് ആണ് വന്നിരിക്കുന്നത്. സാരില്ല, ആർക്കെങ്കിലും ദുഃഖം തോന്നുന്നുണ്ടോ? എന്നൊരു ലോസ് വന്നു എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും റിവെഞ്ച് ട്രേഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടോന്ന്? ഉണ്ടോ? പറഞ്ഞോ, കൈബന്ധിച്ചാണ്. എങ്ങനെയാണ് ചെയ്തു പോയി, എനിക്ക് ലോസ് വന്നപ്പോൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അഭ്യാസങ്ങൾ കാണിച്ചു എന്നൊക്കെ തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? ആരും ചെയ്തില്ല. എത്ര പിടുത്തന്മാരാണ് നമ്മളെ ആൾക്കാർ. അപ്പൊ ഇന്നത്തെ അനാലിസിസ് കഴിയാണ്. പറഞ്ഞു തീർത്തു, കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞു തീർത്തിട്ടുണ്ട്. അപ്പോൾ